ഡിജിറ്റൽ സർവകലാശാലയിൽ സ്ഥിരം വിസി നിയമനത്തിന് ഓർഡിനൻസ് ഇറക്കിയ സംസ്ഥാന സർക്കാർ. ഡോക്ടർ സിസ തോമസിനെ താൽക്കാലിക വിസി സ്ഥാനത്ത് നിന്ന് നീക്കാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നടപടി. സാങ്കേതിക സർവകലാശാലയിൽ സാമ്പത്തിക പ്രതിസന്ധി ഗുരുതരമായി തുടരുകയാണ്. വിസി വിളിച്ച ഫിനാൻസ് കമ്മിറ്റി യോഗം ക്വാറം തികയാതെ പിരിഞ്ഞതോടെ ശമ്പളം വരെ മുടങ്ങും. ഹൈക്കോടതി വിധിയോടെ വിസി സ്ഥാനം തെരച്ചെങ്കിലും സുപ്രീം കോടതി വിധിയിലൂടെയാണ് ഗവർണർ സിസ തോമസിനെ വീണ്ടും വിസിയായി തിരികെ എത്തിച്ചത്. സർക്കാർ നൽകിയ പാനൽ അവഗണിച്ചാണ് ഗവർണർ സിസ തോമസിനെ വീണ്ടും വിസി സ്ഥാനത്ത് നിയമിച്ചത്. സർക്കാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി സിസ തോമസ്. മുഖ്യമന്ത്രിയാണ് ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രോ ചാൻസലർ. വീണ്ടും താൽക്കാലിക വിസിയായി സിസ തോമസ് വന്നതോടെയാണ് സർക്കാരിന്റെ തിരക്ക് പിടിച്ച നീക്കം. സ്ഥിരം വിസി നിയമനത്തിനായുള്ള ഓർഡിനൻസ് ഉടൻ ഗവർണറുടെ അനുമതിക്കായി സർക്കാർ അയക്കും. സുപ്രീം കോടതി വിധിയനുസരിച്ചാണ് സ്ഥിരം വിസി നിയമനത്തിന് നടപടിയെടുക്കുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. സെർച്ച് കമ്മിറ്റി രൂപീകരണം ഉൾപ്പെടെയുള്ളവയിൽ മാറ്റം ശുപാർശ ചെയ്യുന്നതാണ് സർക്കാർ ഇറക്കിയ ഓർഡിനൻസ്. ഗവർണർ ഓർഡിനൻസ് അംഗീകരിക്കുമോ എന്നതിലാണ് ആകാംക്ഷ. ഓർഡിനൻസിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ വീണ്ടും പോരുകടുക്കും. അതേസമയം സാങ്കേതിക സർവകലാശാലയിൽ സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും രൂക്ഷമായി. ഗവർണർ നിയമിച്ച താൽക്കാലിക വിസി ഡോക്ടർ കെ ശിവപ്രസാദ് വിളിച്ച ഫിനാൻസ് കമ്മിറ്റി യോഗം കോറമില്ലാതെ പിരിഞ്ഞു. തീർച്ചയായിട്ടും ഓരോ ഇങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങുകളുടെയൊക്കെ എന്താണ് ഫലമുണ്ടായത്, എന്തൊക്കെ നടന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട ചാൻസലറിനെ അറിയിക്കേണ്ടതാണ്. അത് ഇന്ന് തന്നെ അതിൻ്റെ മിനിറ്റ്സ് റിപ്പോർട്ടായിട്ട് കൊടുക്കും. സിൻഡിക്കേറ്റിലേക്ക് വെച്ച സിൻഡിക്കേറ്റിൽ ഒന്ന് പാസ്സാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബോർഡ് ഓഫ് ഗവർണേഴ്സിലേക്ക് പോകും. അതിനുള്ള ശ്രമമാണ് ഇനി അടുത്ത ആഴ്ച നടത്തേണ്ടത്. ഇതോടെ ജീവനക്കാരുടെ ശമ്പളം മുതൽ വാഹനങ്ങളുടെ ഇന്ധനവും ഇൻഷുറൻസ് വരെ മുടങ്ങുന്ന സ്ഥിതിയാണ് സാങ്കേതിക സർവകലാശാലയിൽ ഉള്ളത്. മീഡിയ 1 തിരുവനന്തപുരം.